നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് പന്തീരങ്കാവിലെ ഒരു പ്രമുഖ ജുവലറിയിൽ നിന്ന് രാവിലെ നാടകീയമായ മോഷണ ശ്രമം. ആഭരണം വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തിയ യുവതി ജീവനക്കാർക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. പൂവാട്ടുപറമ്പ് സ്വദേശിനിയായ സൗദാബിയെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും പ്രതിയെ പിടികൂടാനും സഹായിച്ചത്. തിരക്കേറി വരുന്ന സമയത്ത് പന്തീരാങ്കാവിലുള്ള സൗപർണിക ജുവലറിൽ ആഭരണം വാങ്ങാനെന്ന വ്യാജേന സൗദാബി എത്തുകയായിരുന്നു. സാധാരണ ഉപയോക്താവിനെ പോലെയാണ് യുവതി കടയിൽ പ്രവേശിച്ചത്. യുവതി ആവശ്യപ്പെട്ട പ്രകാരം കടയിലെ സെയിൽസ്മാൻ അവർക്ക് വിവിധ തരം ആഭരണങ്ങൾ കാണിച്ചു കൊടുത്തു. തിരക്കിനിടയിൽ സാധാരണയായി ആഭരണങ്ങൾ പരിശോധിക്കാനായി സമയമെടുക്കുന്നതിനാൽ സെയിൽസ്മാന് കാര്യമായ സംശയമൊന്നും തോന്നിയില്ല. ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടെ സൗദാബിയും സെയിൽസ്മാനും തമ്മിൽ ചെറിയ തർക്കമുണ്ടായി. സംശയം തോന്നിയ കടയുടമ ഉടൻ തന്നെ അവിടെ ഇടപെട്ടു. ഈ ഇടപെടലാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. കടയുടമ ഇടപെട്ട് ചോദ്യം ചെയ്യുകയും സംസാരം രൂക്ഷമാവുകയും ചെയ്തതോടെയാണ് പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്തു വന്നത്. ആഭരണം മോഷ്ടിക്കാനാണ് താൻ എത്തിയതെന്ന് മനസ്സിലാക്കിയ ജീവനക്കാർ ഉടൻ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. തർക്കം രൂക്ഷമായതോടെ യുവതി കയ്യിൽ കരുതിയിരുന്ന പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ജീവനക്കാർക്ക് നേരെ പ്രയോഗിച്ചു. സെയിൽസ്മാനും കടയുടമയും ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കണ്ണിൽ സ്പ്രേ പതിച്ചതോടെ കടയ്ക്കകത്ത് ബഹളമായി. മോഷണ ശ്രമത്തിനിടെ പ്രതിരോധമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രയോഗം. കണ്ണിൽ സ്പ്രേ പതിച്ചിട്ടും കടയുടമ ധൈര്യം സംഭരിച്ച ഉച്ചത്തിൽ ബഹളം വെച്ചു. ഈ ബഹളമാണ് സമീപത്തെ കച്ചവടക്കാരുടെയും നാട്ടുകാരുടെയും ശ്രദ്ധ ആകർഷിച്ചത്. കടയുടമയുടെ സമയോചിത ഇടപെടൽ മോഷണ ശ്രമം പരാജയപ്പെടുന്നതിൽ നിർണായകമായി. കടയ്ക്കുള്ളിലെ ബഹളവും കടയുടമയുടെ നിലവിളിയും കേട്ട നാട്ടുകാർ നിമിഷ നേരം കൊണ്ട് കടയ്ക്ക് മുന്നിൽ തടിച്ചുകൂടി. ഈ ജനക്കൂട്ടം യുവതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവതിക്ക് നാട്ടുകാരുടെ പ്രതിരോധം നേരിടേണ്ടി വന്നത്. പിടികൂടാൻ ശ്രമിച്ചപ്പോൾ യുവതി നാട്ടുകാരോടും തട്ടിക്കയറി. നാട്ടുകാർ വളഞ്ഞതോടെ യുവതി കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു. ഇത് കൂടുതൽ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. യുവതി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. എന്നാൽ അതിവേഗം പ്രവർത്തിച്ച നാട്ടുകാർ യുവതിയെ പിന്തിരിപ്പിക്കുകയും തീപ്പെട്ടി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തതോടെ വലിയൊരു ദുരന്തം ഒഴിവായി. നാട്ടുകാർ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് മോഷണത്തിന് ഇറങ്ങിയതെന്ന് യുവതി പറഞ്ഞു. കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലാതെയാണ് ഈ കടുങ്കൈ ചെയ്തതെന്നാണ് യുവതിയുടെ മൊഴി. നാട്ടുകാർ ചേർന്ന് യുവതിയെ പിടികൂടി കെട്ടിയിടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് എത്തി യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു. മോഷണ ശ്രമത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? യുവതി ഒറ്റയ്ക്ക് നടത്തിയ ശ്രമമാണോ? സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ കണ്ണിന് അസ്വസ്ഥത അനുഭവപ്പെട്ട സെയിൽസ്മാനും കടയുടമയും പ്രാഥമിക ചികിത്സ തേടി. ഭാഗ്യവശാൽ ആർക്കും കാര്യമായ പരിക്ക് പറ്റിയില്ല. മോഷണത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് യുവതി പെപ്പർ സ്പ്രേയും മണ്ണെണ്ണയും കൈവശം വെച്ചതെന്ന് പോലീസ് വിലയിരുത്തുന്നു. പ്രതിരോധം ഉണ്ടായാൽ രക്ഷപ്പെടാനും പിടിക്കപ്പെട്ടാൽ ആത്മഹത്യാ ഭീഷണി മുടക്കാനുമുള്ള ശ്രമമായിരുന്നു ഇത്. യുവതിക്കെതിരെ മോഷണ ശ്രമം, പൊതുജന മധ്യത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, ആത്മഹത്യാ ശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യും. തുടർ നിയമ നടപടികൾക്കായി യുവതിയെ കോടതിയിൽ ഹാജരാക്കും.